ഇപ്പോൾ എല്ലാവരും ഉപ്പിലിട്ടതിൻ്റെ പറയല്ലേ. അപ്പോൾ നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഒരു വാട്ടർമെലൺ ഉപ്പിലിട്ട് നോക്കി നോക്കാം. നമ്മൾ മാങ്ങ, നെല്ലിക്ക, ലൂബിക്ക അങ്ങനെ പല പല സാധനങ്ങൾ ഉപ്പിലിട്ട് കഴിച്ചിട്ടില്ലേ? അതുപോലെ വാട്ടർമെലൺ ഒന്ന് ഉപ്പിലിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കിയാലോ. അപ്പോൾ ഒരു വാട്ടർമെലൺ എടുത്തിട്ട് അത് പകുതിയാക്കുക. ഈ വാട്ടർമെലൻ്റെ സെൻറ്റർ പോർഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു വാട്ടർമെലൺ എടുത്ത് പകുതിയാക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു പീസ് മുറിച്ചിട്ടാണ് എടുക്കുന്നത്. അതെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്യൂബായിട്ട് അരിഞ്ഞെടുക്കാം. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ അധികം ടൈം ഇട്ട് വെക്കൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് കഴിക്കാനെടുക്കരുത്. അപ്പോൾ ഇത് നല്ല ചെറിയ ചെറിയ പീസുകളായിട്ട് നുറുക്കി വെക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം, അത് നല്ല തിളപ്പിച്ചാറിയത്, കുറച്ച് ചെറിയൊരു ചൂടുള്ള വെള്ളം വേണേ. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ വിനാഗിരി, കുറച്ച് വിനാഗിരി ആവശ്യമാണ്. പിന്നെ ഒരു ലേശം പഞ്ചസാര, പിന്നെ അത് ഇടാനൊരു ബൗൾ. അപ്പോൾ നമുക്കതൊന്ന് ഇട്ട് നോക്കിയാലോ. വാട്ടർമെലൺ പീസാക്കി അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട്, ചിലർക്ക് ഈ സ്പൈസ് മധുരവും ഉപ്പും എരിവും കൂടെ ആകുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു പീസ് മുളകും കൂടി ഇടാം നമുക്കതിൽ. അതിനുശേഷം കുറച്ച് ഉപ്പിടാം, അതിലേക്ക് ഒരു തുണ്ട് പഞ്ചസാര ഇടാം, എന്നിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം അതൊഴിച്ചു കൊടുക്കുക. അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഇത് 1-2 മണിക്കൂർ നമ്മൾ ആ ചൂട്, വെള്ളത്തിൻ്റെ ചൂടൊന്ന് അറിക്കഴിഞ്ഞാൽ 1-2 മണിക്കൂർ നമ്മളത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പം നമ്മളത് ആ ചൂടൊന്ന് അറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക. 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തെടുത്തിട്ട് കഴിക്കുക. സൂപ്പർ ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. വാട്ടർമെലൺ ഉപ്പിലിട്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.